Good morning again. All of you listen here. Listen. സിയ ഫാത്തിമ സഹൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ആദിശ്രീ കയറുന്നുണ്ടല്ലേ? നമ്മുടെ ആദിശ്രീ പ്രാവശ്യം ക്ലാസ് കയറിയിട്ടുണ്ട്. അവർക്ക് കണ്ണിന് സുഖമില്ല, അതുകൊണ്ട് അവള് വീഡിയോ ഓൺ ചെയ്യുന്നില്ല. കേൾക്കുന്നുണ്ട് അല്ലേ ആദിശ്രീ? അവൾക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? പ്ലീസ് അൺമ്യൂട്ട്. ആദിശ്രീക്ക് കാണാനൊന്നും പറ്റില്ല മിസ്സേ. ഞാനാ കേറിയിട്ടുള്ളത്. ആദിശ്രീയുടെ അമ്മയാണ്. മോക്ക് കൃഷ്ണമണിക്ക് ഇച്ചിരി പോറലേറ്റിട്ടുണ്ട്. എന്താ പറ്റിയൊന്ന് പറയോ? കൂട്ടുകാർ കേൾക്കട്ടെ. അവളൊന്ന് കളിച്ചതാ, അപ്പം കമ്പി കണ്ണിന്റെ അതിലൂടെ ഒന്ന് പോറിപ്പോയതാ. അപ്പം കൃഷ്ണമണിക്കും കൂടെ കൊണ്ടുപോയത്. കേട്ടോ കൂട്ടുകാർ, കേട്ടോ ഇത്? എന്നിട്ട് ഡോക്ടറെ കണ്ടോ? ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അപ്പം TV മൊബൈൽ ഒന്നും യൂസ് ചെയ്യണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. കണ്ണിന് റെസ്റ്റ് കൊടുക്കണം. വെള്ളിയാഴ്ച ഒന്നുകൂടെ കാണിക്കാൻ പോണം. അതിന് മുന്നേ എന്തേലും ചോപ്പ് ഇച്ചിരി അധികം ഉണ്ടെങ്കിൽ കാണിക്കാൻ പെട്ടെന്ന് തന്നെ പോണോന്ന് പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിക്കണം കേട്ടോ, അത് കണ്ണിനായോണ്ട് ശ്രദ്ധിക്കാം. അതെ. ഓക്കെ, കേട്ടില്ലേ കൂട്ടുകാർ? കേട്ടില്ലേ? അപ്പൊ കളിക്കുമ്പോ ഒക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. കളിക്കുന്ന അങ്ങനത്തെ സാധനം എടുത്തൊന്നും പോണ്ട നിങ്ങള്, കേട്ടോ? ഓക്കെ. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഏതൊക്കെയാ ലെറ്റേഴ്സ് പറഞ്ഞു. പിന്നെ D for doll, DOLL doll, DOG dog, DEER deer. ഇതാണ് പഠിച്ചത്. അത് പേരൊക്കെ പഠിച്ചു. A for apple and aeroplane, B for bag, ball, boy, C for cat, carrot. എന്താണ് പഠിച്ചേ? മിസ് മറന്നുപോയല്ലോ. C for cat, C for cap, carrot അല്ലേ? അതെ. D for dog, doll, deer. ഇത്രയാണ് പഠിച്ചത്. അപ്പൊ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് all of you take your notebook അല്ലെങ്കിൽ റഫ് ബുക്ക്, ഏതും ഒരു ബുക്ക് എടുക്കുക. D കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാണ്? E for നമ്മൾ എന്താ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചത്? ആരെനിക്കൊന്ന് പറഞ്ഞു തരാ? E for egg പഠിച്ചിരുന്നെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിച്ചാൽ മതി. E for egg. E for elephant ആണോ? അല്ല. E for ear. ഇയർ ഉണ്ടോ? E for ear ഇല്ല അല്ലേ? അപ്പം ഇല്ല. അപ്പൊ ഒന്ന് പറഞ്ഞു തന്നെ, നിങ്ങൾ എന്താ ബുക്കിൽ പഠിച്ചതെന്ന്? ഓക്കെ. E for egg, E for elephant, E for eraser അല്ലേ? നമ്മള് കുഞ്ഞതല്ലേ, നമുക്ക് ഇപ്പൊ ആ ലെറ്റേഴ്സ്, ആ വേർഡ്സിന്റെ ആ ലെറ്റേഴ്സ് പഠിക്കണ്ട. നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഇച്ചിരി ഈസി ആയ ഒരു 3 ലെറ്റേഴ്സ് ഉള്ള വേർഡ്സ് പഠിപ്പിക്കാൻ പോകുന്നത്. എന്തൊക്കെയാന്ന് വെച്ചോ? E for egg. എഗ് എന്ന് പറഞ്ഞ എന്താണ്? മുട്ട അല്ലേ? E for ear. ഇയർ എന്ന് പറഞ്ഞ എന്താണ്? പാർട്സ് ഓഫ് ബോഡി പഠിച്ചില്ലേ നമ്മള്? ഇയർ എന്താണ്? ഐസ്, നോസ്, മൗത്ത്. ഇയർ പഠിച്ചില്ലേ? ഇയർ എന്ന് പറഞ്ഞ ചെവി അല്ലേ? EAR. ഇയർ എന്ന് പറഞ്ഞ ചെവി. നെക്സ്റ്റ് ഈഗിൾ. ആരാ ഈഗിള്? ഈഗിൾ എന്ന് പറഞ്ഞ പരുന്ത്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? പരുന്തിനെ കണ്ടിട്ടുണ്ടോ? എവിടെയാ പരുന്തുണ്ടാവുക? ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോകുന്ന കണ്ടിട്ടില്ലേ? കോഴിക്കുഞ്ഞിനെയൊക്കെ റാഞ്ചി എടുത്തു പോകുന്ന കണ്ടിട്ടില്ലേ? അതാണ് ഈഗിള്. അപ്പം ചെറിയ വേർഡ്സ് പഠിക്കാം നമുക്കിന്ന്. Then listen. ശ്രദ്ധിക്കുക. EGG egg. What is the spelling of it? EGG egg. EAR ear. EAR ear. EAGLE eagle. EAGLE eagle. നിങ്ങളിത് ബൈഹാർട്ട് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. തല്ലി പഠിപ്പിക്കൊന്നും വേണ്ട. അവരിത് ഈ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് കണ്ട് ഈ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് പറഞ്ഞ് എഴുതുമ്പോൾ തന്നെ അവർ പഠിച്ചോളും.
അതെ, ഇത് പഠിക്കുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ലെറ്റേഴ്സ് പറഞ്ഞുകൊണ്ട് എഴുതണം. ഇ ജി ജി എഗ്, ഇ എ ആർ ഇയർ, ഇ എ ജി എൽ ഇ ഈഗിൾ. ഓക്കെ, അപ്പം ഇതുകൂടെ നിങ്ങൾ എഴുതി പഠിക്കണം. ഞാൻ ഒരു കാര്യം വിടട്ടെ, നിങ്ങൾക്ക് എലിഫന്റ് എന്ന് തന്നാൽ പോലും നിങ്ങൾ എഴുതും, ഉറപ്പാണ്. കുഞ്ഞു വേർഡെന്ന് മിസ് വെറുതെ പറഞ്ഞ ഈസി ആയിട്ട് നിങ്ങൾ എലിഫന്റ് എയറോപ്ലെയിൻ ഒക്കെ പഠിച്ചില്ലല്ലേ, അതുപോലെ എലിഫന്റ് സ്പെല്ലിങ് നിങ്ങൾ എഴുതും, എനിക്കറിയാം. കുഞ്ഞു കുട്ടികൾക്ക് വലിയ വാക്കുകളാ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക അവര്. സാരമില്ല, ഇത് പഠിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പം ഒന്ന് തന്നെ പറഞ്ഞു കേൾപ്പിക്കണം, ഈ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. ആരാ ഫസ്റ്റ്? ഫസ്റ്റ് ഞാൻ പറയാന്ന് പറയുന്ന ആരാണ്? ആൻസർ ഏഡൻ തോമസ്. പ്ലീസ് അൺമ്യൂട്ട്. ഏഡന്റെ അമ്മേന്റെ അടുത്ത് ഹലോ, പറഞ്ഞു. ഏഡൻ, ഞാനിപ്പോ ഇങ്ങ് വന്നതേ ഉള്ളു, എന്തെന്ന് പറഞ്ഞേ? അതെയോ? എഗ് ഇയർ ഈഗിൾ സ്പെല്ലിംഗ് എഴുതിയെടുത്തോ? ഒന്നാമത് നെറ്റ് ക്ലിയർ ആവില്ല. അതെയോ? അപ്പൊ ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സിൽ എടുത്തു കൊടുത്ത ഇതാണ് ഇ ജി ജി. മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇത് കാണുന്നുണ്ടോ നിങ്ങള്? ഇ ജി ജി എഗ്, ഇയർ, ഇ എ ആർ, ഇ എ എൽ ഇ. ഓക്കെ, നെക്സ്റ്റ് ആദിഷ്. സ്പെല്ലിംഗ് പറഞ്ഞു കൊടുക്ക്. ഇ ജി ജി എഗ്, ദ ഇ എ ആർ ഇയർ, ഓക്കെ, ദ ഇ എ ജി എൽ ഇ ഈഗിൾ. ഈഗിൾ. ഓക്കെ, വെരി ഗുഡ്. എന്താ ഇയർ എന്ന് പറഞ്ഞ എന്താണ് ആദിഷേ? പരുന്ത്. ഇയർ എന്ന് പറഞ്ഞ മോന്റെ ഇയർ എവിടെ? ഇയർ എവിടെയാണ്? ഇയർ കാണട്ടെ. അതാ, ഓക്കെ, അറിയാം അല്ലെ? ഈഗിൾ എന്ന് പറഞ്ഞാല് പരുന്ത്. പരുന്തിനെ കണ്ടിട്ടുണ്ടോ ആദിഷ്? എവിടുന്നാ കണ്ടേ? ടൂർണുവരം. അല്ലാതെ വീട്ടിൽ നിന്നൊന്നും കാണാറില്ല? ഇല്ല. കോഴിക്കുഞ്ഞുണ്ടോ വീട്ടില്? ഇല്ല. അതാണ്, കോഴിക്കുഞ്ഞുണ്ടെങ്കിൽ പരുന്ത് വന്നേനെ നമ്മളെ വീട്ടില് വരും. എന്തിനാന്നറിയോ? അതിനെ അതിന്റെ കൈ ആക്കിയിട്ട് പറന്നു പോകും, അല്ലെങ്കിൽ കൊത്തി എടുത്തിട്ട് പോകും കോഴിക്കുഞ്ഞിനെ. കൊണ്ടുവന്നോട്ടെ. വെരി ഗുഡ്. സിയ ഫാത്തിമ. എ ജി ജി എഗ്, ജി ഇ എ ആർ ഈഗിൾ, ഇയർ ഇയർ ഇയർ, ഇ എ ജി എൽ ഇ. എന്താണ്? ഈഗിൾ. സിയ ഫാത്തിമ ഈഗിളിനെ കണ്ടിനോ? ഇല്ല. ഇല്ല. നമുക്ക് കാണാട്ടോ, ഇടയ്ക്കൊന്ന് ആകാശത്തൊക്കെ നോക്കിക്കോ, ഉണ്ടാവും അവിടെ, ഉയരത്തില് പറക്കുന്നുണ്ടാവും, തീറ്റ തേടി നടക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ഉമർ ജാഫർ.
വായിക്കും മോനെ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് എഗ്? ആ നെക്സ്റ്റ് EAR ഇയർ. നെക്സ്റ്റ് ഈഗിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു കേട്ടില്ലല്ലോ, പറഞ്ഞോ? ഓക്കെ. മുഹമ്മദ് സഹൽ. egg. ആ Ear. G E R yes. അയ്യോ എന്തൊക്കെയാ പറഞ്ഞേ? ഈഗിളിന്റെ സ്പെല്ലിംഗ് എന്താ മോനെ? ആ മോനെ ടെക്സ്റ്റ് ബുക്ക് നോക്കിട്ടാ വായിക്കുന്നല്ലേ? ഇറേസർ അല്ല മോനെ, ഈഗിൾ എന്നാ മിസ് സ്പെല്ലിംഗ് പഠിപ്പിച്ചത് അല്ലേ? EAGLE ഈഗിൾ. അത് എഴുതിയിട്ടില്ലേ? നെറ്റിന്റെ പ്രശ്നം ഉണ്ടായി കട്ടായിട്ട് ഇപ്പൊ ആദ്യം കേറിയതാ. അതെയോ? ഞാനിപ്പം ചെറിയ വാക്കായിക്കോട്ടെ വെച്ച് ഞാൻ ഈഗിൾ എന്നാ കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്ക്. എഗ് ഇയർ ഈഗിൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഹോംവർക്ക് ചെയ്യണം. ആദിശ്രീ അതുപോലെ ചെയ്യാട്ടോ. റിയാൻ TP. റിയാന് നെറ്റിന്റെ പ്രശ്നമാണ്, ഒന്ന് ഇടയ്ക്ക് പോകുന്നു വരുന്നു. ഓക്കെ. നിതാഷ. Please unmute. Please. Okay, വായിച്ചു. Egg. E for the egg. G E A R. Ear. E A G L E. Eagle. Okay, very good. Next, Ishani. Ishani, please unmute. G egg. Okay. E A R. Ear. 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 പരുന്ത്. ഈഗിൾ. EAGALA പരുന്ത്. എങ്ങനെയാ വായിക്കേണ്ടത്? EAGLE ഈഗിൾ. ഓക്കെ, വെരി ഗുഡ്. അൻവിത. അയ്യോ ഓർക്കം വന്നു കുഞ്ഞാവിക്ക്. വേഗം വായിച്ചിട്ട് ഉറങ്ങിക്കോ. വായിച്ചിട്ട് ഉറങ്ങിക്കോ. Egg. Okay. Ear. മോനാണ് അമ്മ എഴുതിയത്. മിസ്സിന് ഇവിടെ പാരച്യൂട്ട്
ഉണ്ട് ഇങ്ങനെ പറന്നുകൊണ്ട് പോന്ന്. അത് ആരാ പോന്നെ അതിലെ? അമ്മ അല്ല. വീട്ടിലുണ്ടാ? ഈ വീട്ടിലുണ്ടോ? ഇങ്ങനെ പറന്ന് പോണ്ട്. ആ പറന്ന് മിസ്സിന്റെ വീട്ടില് വന്നു അത്. ആകാശത്തൂടെ ഇങ്ങനെ പറന്നു വന്നല്ലേ? ഒറിജിനുണ്ടാ കളക്കലുണ്ടോ? കഴിഞ്ഞ ദിവസമല്ലേ ഉണ്ടായിരുന്നേ? 2-3 ദിവസം മുമ്പേ അല്ലേ? അതെ. അൻവിത വൈകുന്നേരം കാണണ്ടേ? അതെ അൻവിത, ഇപ്പം ഈ എ ഓ എന്നൊക്കെ വായിച്ചില്ലേ? അപ്പം കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം, അമ്മമാര് എഴുതുമ്പോ ലെറ്റേഴ്സ് കറക്റ്റ് ആണോ എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ജി ഒക്കെ എഴുതുമ്പോ അവര് ഓ ഒക്കെ എഴുതി വെക്കും. അപ്പൊ ഒന്ന് നോക്കി എഴുതണം. അമ്മയോട് നോട്ട് ബുക്കിൽ എഴുതാൻ പറയരുത് കേട്ടോ. ആ ജി ആണല്ലേ? താഴോട്ട് ഇങ്ങനെ ഒരു വാലൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അമ്മമാരെ കൊണ്ട് എഴുതിക്കരുത്. അവർക്ക് അങ്ങനൊന്നും അറിയില്ല ലെറ്റേഴ്സ് ഒന്നും. ആ എന്താ അൻവിത പറയുന്നേ? പറഞ്ഞേ. അമ്മ കണ്ണുരുക്കി കാണിച്ചു പറയണ്ടാന്നല്ലേ? അതെ. അപ്പൊ ഇനി ആരെ വായിക്കാനുള്ളത്? അഭിനവ്. വെരി ഗുഡ്. ഇനി ആരാണ്? റിയാൻ റേഞ്ച് ആയോ? ഇല്ല, റിയാൻ പോയി. രാജശ്രീ ഇല്ല. ഓക്കെ, എന്നാ എഴുതിക്കണം കേട്ടോ. ഇപ്പൊ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് ഒരുപാട് ഒരു പേജിലൊക്കെ എഴുതുമ്പം അതുപോലെ ഒരു വാക്ക് സ്പെല്ലിംഗ് ഒക്കെ എഴുതി നമുക്ക് നല്ല കൈക്കൊക്കെ നല്ല ബലം വന്നോളൂ കുട്ടികൾക്ക്. അല്ലാതെ ബൈഹാർട്ട് പഠിപ്പിക്കാതെ നിൽക്കണ്ട. അവർ എഴുതി ആ ലെറ്റേഴ്സ് പറഞ്ഞ് എഴുതുമ്പം തന്നെ അവരുടെ മനസ്സിലായിക്കോളും. ഈ ജി ജി എഗ് എന്ന് പറഞ്ഞ ആ ഒരു 10 ലൈനൊക്കെ ഉണ്ടാവൂലേ? 10 പ്രാവശ്യം പറയുമ്പോൾ തന്നെ അവർക്ക് ബൈഹാർട്ട് ആയിക്കോളും. അത് അടിച്ച് പഠിപ്പിക്കൊന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ അവരായിക്കോളും. അത് എഴുതിക്കണം. എഴുതിക്കുമ്പോ അത് പറഞ്ഞു തന്നെ എഴുതുക. സേ ആൻഡ് റൈറ്റ് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ പറഞ്ഞുകൊണ്ട് തന്നെ എഴുതും അവര്. അപ്പൊ അത് ബൈഹാർട്ട് ആയിക്കോളും. ഇപ്പൊ എല്ലാരും എഴുത്തിലാണല്ലോ, എല്ലാരും തിരക്കിലായി. ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? അതല്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റോറി പറയാന്ന് പറഞ്ഞ കുറെ പേര് വരും. നമുക്ക് സഹലിനെയും സിയ ഫാത്തിമേനെ പിടിക്കാം. അവരെ നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. All of you close your notebook, textbook, all books. സിയ ഫാത്തിമ ഫസ്റ്റ്. മോളെ, നമ്മള് കൂട്ടുകാരൊക്കെ കഥകൾ പറഞ്ഞു രാവിലത്തെ ക്ലാസ്സില്. അപ്പൊ സിയ ഫാത്തിമയാണ് ഇപ്പൊ അടുത്തതായിട്ട് കഥ പറയാൻ പോകുന്നത്. നല്ലൊരു സ്റ്റോറി പറയണം. ഓക്കെ. Don't bite your pencil. സിയ ഫാത്തിമ ഏത് കഥയാ അറിയുന്നത് മോക്ക്? അറിയില്ല. പിന്നെ എന്താ അറിയുവാ? പാട്ട്. എന്നാ ഒരു പാട്ട് പാടാം അല്ലെ? നമുക്കെന്നാ ഒരു പാട്ട് കേൾക്കാം. അൻവിതയാണ് ഉറങ്ങാൻ നിൽക്കും അവിടെ. ഉറങ്ങല്ലേ ക്ലാസ് കഴിയുന്നതിന് മുമ്പേ. പാടിക്കോ. Tingle, tingle, little star, how I wonder what you are up above the so high like a diamond in. Okay. Next, Muhammad Sahel. Very good. Sia. സഹൽ മോന്റെ ഒരു സ്റ്റോറി കേൾക്കാൻ വേണ്ടിയാ മിസ് ഇരിക്കുന്നേ. കൂട്ടുകാരും നമുക്ക് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്ന കഥ എല്ലാരും പറഞ്ഞു. മോൻ മാത്രമേ പറയാത്തുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്ന കഥയില്ലേ? അറിയില്ലാന്ന് പറഞ്ഞൂടാ. LKG കുട്ടികളെ അറിയില്ലാന്ന് പറഞ്ഞൂടാ.
മോന്റെ ബുക്കിൽ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്ന പേജ് എവിടെ? അത് പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. എങ്ങനെയാ ഉമ്മ സൂപ്പ് ഉണ്ടാക്കി തരുന്നേ? വേഗം പറഞ്ഞോ. ചിന്നുണ്ട്, ചിക്കു ഉണ്ട്. അവരെന്തായിരുന്നു? ഒരു ഭയങ്കര ഹാപ്പിയിലായിരുന്നു. എന്താ കാരണം? വെജിറ്റബിൾസ്, ഫേവറേറ്റ് വെജിറ്റബിൾസ്, സൂപ്പ്, ക്യാരറ്റ്, ടൊമാറ്റോ. അല്ല, അങ്ങനെയല്ല. അതല്ല, അങ്ങനെയല്ല കഥ പറയണ്ടേ. അവര് എന്തിനാ ഹാപ്പി ആയത്? അവരുടെ അമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? വെജിറ്റബിൾ സൂപ്പ് അല്ലേ? അതിന് എന്താ സൂപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ വാങ്ങണം അല്ലേ? അതിന് എവിടെയാ പോണ്ടത്? ആരാ ഈ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്ന ഒന്ന് പറഞ്ഞുതരാൻ ഇഷ്ടമുള്ളവരാരാണ്? ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? അൻവിത കുട്ടിയുണ്ട്. ഞാൻ റെഡി എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇറങ്ങണം. അൻവിത മോള് പറയുന്ന കേൾക്കണം, സഹല് കേൾക്കണം. അതുപോലെ ആരാണ്? സിയ ഫാത്തിമയും. നിങ്ങൾക്ക് ഇപ്പൊ അവസരം തരാം. പ്ലീസ് ആണ്. അത് എങ്ങനെയാ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പൊ അൻവിത പറഞ്ഞുതരും. ഇപ്പൊ സിയ ഫാത്തിമയും സഹല് ശ്രദ്ധിച്ചിരിക്കുക. അറിയില്ല എന്ന് പറഞ്ഞൂടാ കേട്ടോ. സ്റ്റാർട്ട്. ചിക്കും ചിന്നും ഉണ്ടായിരുന്നു. അവർക്ക് സന്തോഷമായി. അവരമ്മ വെജിറ്റബിൾ സൂപ്പാക്കി കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ആ അമ്മ മാർക്കറ്റിൽ പോയിട്ട് വെജിറ്റബിൾസ് മേടിച്ചിട്ട് വന്നു. ക്യാരറ്റ്, ടൊമാറ്റോ, പീസ് കഴുകി വിത്താക്കി. എന്നിട്ട് ഒരു മുറിച്ച് പാത്രത്തിലിട്ട് ബബിൾ 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 എന്നേരം ബ്രെഡ് മുറിച്ചിട്ട് മുക്കി തന്നു. ബ്രെഡ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അൻവിത അതിനിടെ കൊറേ വിഴുങ്ങിയിട്ടുണ്ട് അല്ലേ? ഇടയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞാലേ ഒരു ഭംഗിയുള്ളൂ. എന്നാലും നന്നായിട്ടുണ്ട്. സഹലിന് ഇഷ്ടായോ വെജിറ്റബിൾ സൂപ്പ്? അതൊന്നും വെച്ചിട്ടില്ല. പാത്രത്തിലും വെച്ചില്ല, അടുപ്പയിലും വെച്ചില്ല, ഗ്യാസും കത്തിച്ചില്ല. പിന്നെ എങ്ങനെയാ സൂപ്പ് ഉണ്ടാക്കിയത്? ബബിൾ ബബിൾ എന്ന് മാത്രം കേട്ടു. അതെവിടുന്നാ തിളച്ചത്? നല്ല സൂപ്പായിരുന്നു എന്ന് പറഞ്ഞു. സഹല് പറഞ്ഞു. സഹലിന് പറയണോ ഇനി? അടുത്ത ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 റൈംസും കൂടെ ബാക്കിയുണ്ടല്ലോ അതില്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്താലോ? നമ്മുടെ സമയം തീർന്നല്ലോ ഇപ്പൊ. എത്ര റൈംസാ ബാക്കി വന്നത്? നല്ല റൈംസ് 2 ബാക്കിയുണ്ട്. അത് പഠിച്ചോ നമ്മള്? ദ ഡോഗ് സേസ് ബൗ ബൗ പഠിച്ചിരുന്നോ? എങ്ങനെയാ ഡോഗ് ബാർക്ക് ചെയ്യുന്നേ? എങ്ങനെയാ കുരയ്ക്കുന്നേ ഡോഗ്? ബൗ ബൗ അല്ലേ? The dog says bow wow. The cat says meow meow. The sheep says ba ba. The little pig says wee wee. The bird says tit tit. The hen says cluck cluck. The cock says cock-a-doodle doo. ഇത് പഠിച്ചതല്ലേ? നോക്കിയിരിക്കുക. നല്ല ആക്ഷനൊക്കെ കൊടുത്ത് ചെയ്യേണ്ടതാ. ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? അതുപോലെ താഴെ കണ്ടോ കളേഴ്സ് കൊടുത്തേ കണ്ടോ? നിങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടോ? വാട്ട് ഈസ് റെഡ്? എ റോസ് ഈസ് റെഡ് അല്ലേ?
in its lovely bed. What is green? The grass is green with flowers in between. What is orange? Why an orange? Just an orange. കളേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അത് ഇപ്പം ഇന്ന് ഹോംവർക്ക് പറഞ്ഞതെല്ലാം ചെയ്യാ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എക്സാം തുടങ്ങും അല്ലേ? അപ്പൊ എല്ലാരും A മുതൽ Z വരെ ലെറ്റേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതുക. ഇനി നമ്മൾ ഏത് ക്ലാസ്സിലോട്ട് പോകുന്നതെന്നറിയോ? LKG കഴിഞ്ഞാല് UKGയിലോട്ടാണ് പോകാൻ പോകുന്നത്. എന്തൊക്കെ പറയാനുണ്ടോ മിസ്സിനോട്? ഇനി എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ പറയുന്നുണ്ടോ? സഹലിനെന്തോ പറയാനുണ്ടെന്ന്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യേ. A B C D E F G H I J K L M N P N M N P Q R S T U E W X Y Z. Very good, very good, very very good. Thank you. ഓക്കെ, എല്ലാരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. ഇപ്പൊ സിയ ഫാത്തിമ പറയുന്നുണ്ട് A മുതൽ Z വരെ ഒന്ന് പാടിത്തരുമോ മിസ്സിന്? വൃത്തിക്ക് എഴുതിയേ എന്തെല്ലോ കളി കളിക്കല്ല. ഇത് ഇങ്ങനെയാ. B C D L M A B C D E F. നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. ഇനി പെട്ടെന്ന് പാടിക്കോ. A B C H I J K L M N P L M N P Q R S T U V W X Y Z. വെരി ഗുഡ്. അവള് പിയും ക്യൂവും കൂടെ കൂടി ക്യൂ പി ക്യൂ പി നാട്ടോ. ഓക്കെ, എല്ലാരും ക്ലാപ്പ് കൊടുത്തേ സിയ ഫാത്തിമയ്ക്ക്. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഇന്നില് ഉമറൊന്നും ക്ലാപ്പ് ചെയ്യുന്നില്ല. അവനൊന്നും ഈ ലോകത്തേ അല്ലെന്ന് തോന്നുന്നു. ഒന്ന് ക്ലാപ്പ് ചെയ്ത് മോനെ. ഉമർ, ഉമർ, സഹൽ. Okay, then wind up ചെയ്യാണ് ക്ലാസ്. See you. Bye.